ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ. ശ്ലോകം 5. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ ഹി തപോജനാഃ ദംഭാഹങ്കാരസംയുക്താ കാമരാഗബലാന്യുതാഃ. ശ്ലോകം 6. കർഷയന്തഃ ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ മാം ചൈവാന്തഃ ശരീരസ്ഥം താൻ വിദ്യാസുരനിശ്ചയാൻ. വിവർത്തനം. കാമം, ആസക്തി എന്നിവയാൽ പ്രേരിതരായി അഹംഭാവത്തോടുകൂടി സ്വശരീരത്തിലെ ഭൗതിക മൂലകങ്ങളെയും ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെയും ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദിഷ്ടമല്ലാത്ത കഠിന തപസ്സനുഷ്ഠിക്കുന്ന വിഡ്ഢികൾ അസുരന്മാരാണ്. ഭാവാർത്ഥം. ശാസ്ത്രവിഹിതങ്ങളല്ലാത്ത സ്വയംകൃതങ്ങളായ കടുത്ത തപോവ്രതങ്ങൾ ആചരിച്ചു പോരുന്നവരുണ്ട്. രാഷ്ട്രീയമായൊരു ലക്ഷ്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ഉപവാസമനുഷ്ഠിക്കുന്നത് തന്നെ ഒരു ഉദാഹരണം. ഇത്തരം വ്രതാചാരം ശാസ്ത്ര നിർദ്ദിഷ്ടമല്ല. ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ്. രാഷ്ട്രീയമോ സാമൂഹ്യമോ ആയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനല്ല മതഗ്രന്ഥങ്ങൾ ഉപവാസം നിർദ്ദേശിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾക്കു വേണ്ടി ഉപവാസാദി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർ തികച്ചും ആസുര സ്വഭാവികൾ തന്നെയെന്നാണ് ഭഗവത്ഗീതയുടെ സിദ്ധാന്തം. വേദപ്രമാണങ്ങൾക്ക് എതിരായ അവരുടെ പ്രവർത്തനങ്ങൾ പൊതുവിൽ ജനങ്ങൾക്ക് ഗുണകരങ്ങളല്ല തന്നെ. മിഥ്യാഹങ്കാരം കൊണ്ടും കാമം കൊണ്ടും ദുരഭിമാനത്താലും ഭൗതിക ഭോഗങ്ങളിലുള്ള അത്യാസക്തി കൊണ്ടുമാണ് വാസ്തവത്തിൽ അവരിങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ശരീരനിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഭൗതിക മൂലകങ്ങളുടെ ഘടനയെ തകരാറിലാക്കുന്നതുകൂടാതെ അന്തസ്ഥിതനായ പരമപുരുഷനെയും ബാധിക്കുന്നുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അനധികൃതമായി അനുഷ്ഠിക്കപ്പെടുന്ന ഈ ഉപവാസങ്ങളും തപോവ്രതങ്ങളും തീർച്ചയായും പരോപദ്രവപ്രദങ്ങളാണ്. വൈദിക സാഹിത്യത്തിൽ അവ പരാമർശിക്കപ്പെട്ടിട്ടില്ല. തൻ്റെ അഭീഷ്ടത്തിന് വഴങ്ങാൻ ഈ ഉപായങ്ങൾ എതിരാളികളെ നിർബന്ധിതരാക്കുമെന്നാണ് ആസുര സ്വഭാവികൾ പ്രതീക്ഷിക്കുക. എന്നാൽ ചിലപ്പോൾ ഉപവാസാനുഷ്ഠാനം മരണത്തിലെത്തിച്ചേക്കാം. ഇത്തരം പ്രവൃത്തികളെ ഭഗവാൻ അനുകൂലിക്കുന്നില്ല. അവ അനുഷ്ഠിക്കുന്നവർ അസുരന്മാരാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വൈദികാജ്ഞകളെ കൂട്ടാക്കാതെ ചെയ്യപ്പെടുന്ന ഈ അനുഷ്ഠാനങ്ങൾ ഭഗവാനെ നിന്ദിക്കലാണ്. അചേതസഃ എന്ന പദം ശ്രദ്ധിക്കുക. സാധാരണ മനസ്ഥിതിയുള്ളവർ വൈദികാജ്ഞകളെ അനുസരിച്ചേ മതിയാകൂ. അങ്ങനെയല്ലാത്തവരാണ് ശാസ്ത്ര നിയമങ്ങൾക്ക് വഴങ്ങാതെ സ്വേച്ഛാനുസാരം തപസ്സും ഉപവാസാദികളും സൃഷ്ടിക്കുന്നത്. ആസുര സ്വഭാവികളുടെ അന്ത്യം 16-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. ഭഗവാൻ അവരെ വീണ്ടും ആസുര ഗർഭങ്ങളിൽ തന്നെ പിറക്കാൻ നിർബന്ധിതരാക്കുന്നു. തദ്ഫലമായി അവർക്ക് പരമപുരുഷനായ ഭഗവാനുമായി തങ്ങൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ആസുരങ്ങളായ ജീവിത സിദ്ധാന്തങ്ങളുമായി ഏറെ ജന്മങ്ങൾ കഴിച്ചു കൂട്ടേണ്ടി വരും. ഏതു വിധേനയും ഒരാധ്യാത്മിക ആചാര്യൻ്റെ വൈദികജ്ഞാനത്തിൻ്റെ വഴിക്കുള്ള മാർഗനിർദ്ദേശം ലഭിക്കാൻ ഭാഗ്യമുണ്ടായാൽ അവർക്ക് ഈ ബന്ധനത്തിൽ നിന്ന് മോചനം നേടി പരമലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.